എന്നിട്ട് കടം വാങ്ങിയിട്ട് ഇവൻ ചിലപ്പോൾ ഒരു സന്തോഷത്തിന് വരെ വിളിക്കേക്കാരം ഈ കടം വാങ്ങിയ ഒരു ഫോൺ എടുക്കുക. അപ്പോൾ ഇവൻ്റെ മാനസികാവസ്ഥ എന്തേക്കാരം? ഉറക്കല്ല, ഊണില്ല, അധ്വാനം മാത്രമായിട്ട് നിൽക്കുന്ന സ്വയം ഉരുകണ ഒരാൾക്ക് ഒരു മിനിറ്റ് നമ്മൾ ഫ്രണ്ട്സും കുടുംബക്കാരും എന്ത് ചെയ്യുക? സന്തോഷം കൊടുക്കുക. പ്രവാസി എന്നുള്ളത് വെറൊരു കറവപ്പശു മാത്രമല്ല, അവൻ്റെ പിഴിയാനുള്ളത് മാത്രമല്ല, അവനൊരു മനുഷ്യനാണ്, അവനൊരു മനുഷ്യജീവിയാണ്. രക്തവും മജ്ജയും മാംസവും വികാരവും വിചാരവും എല്ലാം ഉള്ള ഒരു മനുഷ്യജീവി. അതൊരു പരിഗണനയുടെ എടുക്കുക അല്ല ഡോക്ടറെ? ഇന്ന് നമ്മൾ കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സൗഭാഗ്യങ്ങൾ, കേരളത്തിൽ ഈ കാണുന്ന ഡെവലപ്മെന്റ്, ഇതിലൊക്കെ പ്രവാസിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ള ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? എന്താ അറിയോ, ഞാൻ 19 വർഷം പ്രവാസ ജീവിതം അനുഭവിച്ച പ്രവാസിന്റെ ഓരോ സ്പന്ദനം, പ്രവാസിന്റെ ഓരോ പ്രശ്നങ്ങൾ, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാസി അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അതായത് മരുഭൂമിയിലായാലും ശരി, സ്ട്രെസ്, ജോലിയുടെ സ്ട്രെസ്, ഇതെല്ലാം ഉണ്ടല്ലോ, അവനെ കൊണ്ട് അവനൊന്നും അല്ലാതാവുക. മെഴുകുതിരിയാണ് പ്രവാസി എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടോ? തീർച്ചയായും. കാരണം എൻ്റെ വാപ്പ ജീവിതകാലം മുഴുവൻ പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ടതാ. ഇതിന്റെ പ്രയാസം ശരിക്കറിയാം. നമുക്ക് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു കിടിലൻ സാധനം പറഞ്ഞു കൊടുത്താലോ? തീർച്ചയായും. നമ്മളൊക്കെ പഠിച്ചത് കൊണ്ട്, നമ്മളൊക്കെ ഡോക്ടർ ആയതുകൊണ്ട്, നമ്മളൊക്കെ വ്ളോഗർ ആയതുകൊണ്ട്, നമ്മളെ കാണുന്ന ഓരോ പ്രവാസി അവന്റെ വീട്ടിൽ സന്തോഷത്തോടെ, രോഗമില്ലാതെ, ആശുപത്രിക്ക് വരാതെ, മരുന്ന് കഴിക്കാതെ, സന്തോഷത്തിലും ആരോഗ്യത്തിലും ജീവിക്കാനുള്ള ഒരു ടിപ്പ് നമുക്ക് പറഞ്ഞു. തീർച്ചയായും അത് പറയും. എന്താ പറയുക, പ്രവാസിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാം, പ്രവാസിക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കുക. തീർച്ചയായും. ഏറ്റവും ആദ്യം വേണ്ടത്, പ്രവാസിക്ക് മാനസിക സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ പ്രവാസികളുടെ സുഹൃത്തുക്കൾ വിചാരിക്കണം. പലപ്പോഴും ഈ പ്രവാസിനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളൊരു നബിദിനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പിരിവുണ്ടെങ്കിൽ, ഒരു പള്ളി കമ്മിറ്റി ഉണ്ടെങ്കിൽ, ഒരു സ്കൂളിന്റെ പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം പ്രവാസിനെ വിളിക്കും. പക്ഷെ ഓനെ ഒരു സന്തോഷത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാവും. എടാ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നടക്കുകയാണ്, എൻ്റെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്, അവിടെ മിഡിൽ ഈസ്റ്റിൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇന്ന് മുതൽ അത് ചെയ്യാം. അവനെ പൈസക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ആളായിട്ട് മാത്രമല്ല, നമ്മളൊരു നല്ല സുഹൃത്തായിട്ട്, ഓനും ഭാരങ്ങളുണ്ട് ബൈ, ഇത് കുറക്കാനുള്ള ഒരാളായിട്ട് ഓനെ കാണുക. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓനോട് ചോദിച്ചു നോക്കുക, നമുക്ക് ഗൾഫിക്ക് ഐഫോൺ വേണമെങ്കിൽ ഓനെ വിളിക്കും, പക്ഷെ എടാ എൻ്റെ കുട്ടിൻ്റെ സ്കൂളിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ, ഞാൻ ചെന്ന് നോക്കണോ വെച്ചാൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിക്കണോ? എൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ എന്തെങ്കിലും സാധനം ശരിയാക്കാൻ ഞങ്ങൾ വേണോ വെച്ച് വിളിച്ചിക്കണോ? ഒരു വട്ടം വിളിച്ചാലേ അവന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ മോനുക്കുള്ള പ്രശ്നം എന്താ അറിയോ? ആവശ്യത്തിന് മുഴുവൻ വിളിക്കും, എന്നിട്ട് കടം വാങ്ങിയിട്ട് ഇവൻ ചിലപ്പോൾ ഒരു സന്തോഷത്തിന് വരെ വിളിക്കേക്കാരം ഈ കടം വാങ്ങിയ ഒരു ഫോൺ എടുക്കുക. അപ്പോൾ ഇവൻ്റെ മാനസികാവസ്ഥ എന്തേക്കാരം? ഉറക്കല്ല, ഊണില്ല, അധ്വാനം മാത്രമായിട്ട് നിൽക്കുന്ന സ്വയം ഉരുകണ ഒരാൾക്ക് ഒരു മിനിറ്റ് നമ്മൾ ഫ്രണ്ട്സും കുടുംബക്കാരും എന്ത് ചെയ്യുക? സന്തോഷം കൊടുക്കുക. അവൻ്റെ പ്രയാസങ്ങൾ പരമാവധി കുറച്ച് കൊടുക്കുക. അവനൊന്ന് ഫോൺ ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ്റെ മാനസിക സമ്മർദ്ദം ആദ്യം കുറയും. എൻ്റെ എല്ലാ പ്രേക്ഷകരോടും പറയുന്നത്, നമ്മളെ വീട്ടിലോ കുടുംബത്തിലുള്ള പ്രവാസിന് ആവശ്യത്തിന് മാത്രമല്ല, അവൻ്റെ ആവശ്യത്തിനും നമുക്ക് ചേർത്ത് പിടിക്കുക. അങ്ങനെ ആകുമ്പോൾ രോഗങ്ങൾ ആദ്യം കുറക്കാൻ കഴിയും. തീർച്ചയായും. അപ്പം രണ്ടാമത് എന്താണ്? അവൻ്റെ ശരീരം നോക്കലില്ല. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഓടി ഓന് പിന്നെ എന്തുണ്ടാവും? രോഗിയാവും. ഉള്ള കഷ്ടപ്പാട് മുഴുവൻ അവിടെ സഹിച്ച് ഒരു വീടോ അല്ലെങ്കിൽ ഒരു മക്കളെ കെട്ടിക്കലോ മാത്രം നടന്നിക്കുക. എന്നിട്ട് ഈ വീട്ടിലേക്ക് തല ചായ്ക്കാൻ വരുമ്പോഴത്തേന് കിഡ്നി കിടന്നിട്ടുണ്ടാവും, പ്രമേഹമായിട്ടുണ്ടാവും, പ്രഷറായിട്ടുണ്ടാവും, സെക്ഷൽ പവർ ഉണ്ടാവില്ല. നല്ല കാലത്ത് ഇത് യാഥാർത്ഥ്യമല്ലത്. നല്ല കാലത്ത് ഭാര്യ എടുത്തില്ലാതെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു. എന്നിട്ട് ഇവൻ ഇവിടെ എത്തുന്ന സമയത്ത് സെക്ഷൽ ലൈഫ് ഇല്ലെങ്കിൽ ഈ 2 പേർക്കും എവിടെ നഷ്ടപ്പെടുന്നത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് 8 മണിക്കൂർ കിടന്നുറങ്ങുക, മനസ്സിനെ റിലാക്സ് ചെയ്ത് വെക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഒരു 1.5-1.25 ലിറ്റർ മൂത്രം ഒഴിക്കുന്ന വരെയുള്ള വെള്ളം കുടിക്കുക. അതെന്തിനാ അങ്ങനെ പറയുന്നു പറഞ്ഞാൽ, ഇപ്പോൾ കോൺക്രീറ്റിന് പണിയെടുക്കുന്ന ആൾക്ക് എടുക്കുന്ന പോലെയുള്ള വെള്ളം ആവില്ല, AC ഇരിക്കുന്ന ആൾക്ക് വെള്ളം കുടിക്കേണ്ടത്. പിന്നെ പഴങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ കഴിക്കുക, ഇലക്കറികൾ കഴിക്കുക. ഇറച്ചി മീനൊക്കെ കഴിച്ചോട്ടെ ഒരു പാകത്തിന്, പക്ഷെ എന്താവരുത്, അമിതമായിട്ട് മസാല ഉള്ളതും എല്ലാ സമയത്തും ഇതാവരുത്. പ്രവാസി സഹോദരന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും ചിലവ് കുറച്ച് കിട്ടുന്നത് ചിക്കനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതന്നെ കഴിക്കുന്നതോടെ ഈ പൈൽസ് അടക്കമുള്ള, ഫിഷർ അടക്കമുള്ള, കൊളസ്ട്രോൾ അടക്കമുള്ള സാധനങ്ങൾ വരികയാണ്. പിന്നെ അരി ഭക്ഷണം കൺട്രോൾ ചെയ്യുക. ഇപ്പോഴത്തെ പ്രവാസികൾ എങ്ങനെയാണെന്നാ ഒരു പരിധി വരെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ സമയത്ത് ഭക്ഷണം കഴിക്കില്ല. ഇവരെന്താ ചെയ്യുക പറഞ്ഞാൽ, റൂമിൽ വന്ന് ഒന്ന് മൊബൈലൊക്കെ നോക്കി ഭക്ഷണം പാകം ചെയ്ത് ഡ്രസ്സൊക്കെ അലക്കി അതായി വരുമ്പോഴത്തേന് രാത്രി 1 മണിയാവും. ഈ അവസ്ഥ ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ഇറച്ചി മീൻ തന്നെ കഴിച്ചാലും വേണ്ടില്ല, സമയത്ത് കഴിക്കുക എന്നുള്ളത്, വയറ് വെറുതെ ഇടാതിരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഈ വ്യായാമം ചെയ്യുക.
ദിവസവും 45 മിനിറ്റ് വ്യായാമം ചെയ്യാൻ കണ്ടെത്ത സമയം, നമുക്ക് കുളിക്കാൻ സമയം കണ്ടെത്തുന്നില്ലേ, ഇതേപോലെ തന്നെ വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. ഞാൻ എന്താ പറയില്ല അറിയോ, ഇതിന് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം. ഇവരെല്ലാവരും വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ സമയം കണ്ടെത്തുന്നത്. ഇത് റൂമിൽ ബെഡിൽ കടന്നിട്ട് വിളിക്കരുത്. ഈ വിളി എന്ത് ചെയ്യുക, ഫുള്ള് നടന്നിട്ട് ചെയ്യുക. അങ്ങനെ നടന്നിട്ട് ചെയ്യുമ്പോൾ ആ നടത്തം അവിടെ കിട്ടും. ആ ഫോൺ ചെയ്യുന്ന സമയമേ വരുള്ളൂ. രണ്ടാമത് എന്താ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോൺ ചെയ്യുന്നതും വാട്സപ്പ് ക്ലിയർ ചെയ്യുന്നതും ഒരു കൃത്യസമയത്ത് വെച്ച് എല്ലാവരും ഷെഡ്യൂൾ ചെയ്തിട്ട് പോവുക. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഈ പാവങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇവർ ഈ 1 മണിക്കും 2 മണിക്കൊക്കെ വന്ന് ഒന്ന് കിടക്കുകയായിരിക്കും. ആ കിടക്കുമ്പോൾ നാട്ടിൽ സമയം 4:30 ആയിട്ടുണ്ടാവും. അപ്പോഴേക്കാരം വീട്ടിലുള്ളവർ സുബൈക്ക് നിസ്കരിച്ചിട്ട് ആദ്യം അവനെ വിളിക്കുന്നത്. അപ്പോൾ ഈ പാവം ഒന്ന് ഉറങ്ങി ഇങ്ങനെ വരുമ്പോഴായിരിക്കും അടുത്ത വീട്ടിലത്തെ വിളി വരിക. അപ്പോൾ നമ്മളും വീട്ടുകാരും അതൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് വെക്കുക. വ്യായാമം ചെയ്യുക, കിടന്നുറങ്ങുക, മാനസികമായിട്ടുള്ള ആഘാതം ഒഴിവാക്കുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, ഇലക്കറികൾ, പച്ചക്കറികൾ, ഫ്രൂട്ട്സ് കഴിക്കുക, നോൺ വെജ്, മധുരം, ബേക്കറി, ട്രാൻസ് ഫാറ്റ്, ടിന്ന് ഫുഡ്, കോളകൾ പരമാവധി ഒഴിവാക്കുക. നല്ലോണം വെള്ളം കുടിക്കുക. നമ്മളെ പ്രവാസി സഹോദരന്മാരെ ആരോഗ്യത്തോട് കൂടിയിട്ട് നല്ല സുഹൃത്തുക്കളായിട്ട് നാട്ടിൽ കൊണ്ടുവരാൻ പറ്റും. തീർച്ചയായും. മൂന്നാമത്തെ എന്താണ്? ഇവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇതെന്ത് ചെയ്യുക, തൊഴിലിന് വേണ്ടിയിട്ട് പല പ്രവാസികളും വിഷയം എന്താ അറിയോ, വീട്ടിൽ അവരുടെ കഠിനാധ്വാനം ചെയ്തിട്ട് വീട്ടിൽ 10 റൂമുള്ള വീട് നാട്ടിലുണ്ടാവും. പക്ഷെ ഇവിടെ 10 പേർക്ക് ഒരു ബാത്റൂമാണ് ഉണ്ടാവുക. അപ്പൊ ഈ ജോലി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യാം, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ബാക്കിയുള്ളവരെ ജീവിച്ച് അവസാന കാലത്ത് സിനിമയിലൊക്കെ കാണുന്ന പോലെ, പല യാഥാർത്ഥ്യത്തിലും കണ്ട പോലെ നമ്മൾ പെരുവഴിയിലാവരുത്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് തമ്മിലുള്ള ഒരു ബാലൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുടുംബങ്ങളുമായിട്ടുള്ള ഹാർമണി, ജീവിതം ഫസ്റ്റ്, എന്നിട്ട് ജോലിയും പണവും. ഈ ദലൈലാമയുടെ ഒരു വാക്കുണ്ട്, മനുഷ്യന്റെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. ഇവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ആരോഗ്യം കളയും, എന്നിട്ട് ഈ ആരോഗ്യം കളഞ്ഞത് പൈസ മുഴുവൻ കൊടുത്തിട്ട് പിന്നെ ഈ ആരോഗ്യം തിരിച്ചെടുക്കാൻ നോക്കും. അപ്പൊ അതിലേറെ നല്ലത് ഉള്ള കാലം കഞ്ഞി കുടിക്കുകയാണെങ്കിലും സന്തോഷത്തിൽ കഴിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കടന്ന് മരിക്കാതിരിക്കുക. ഒപ്പം ഫാമിലിക്ക് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അതിലപ്പുറം യൂറോപ്യന്മാരെ കണ്ടുപഠിക്കണം. അവരവരെ മക്കൾക്ക് ഒന്നും കൊടുക്കൂല, അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള വിദ്യാഭ്യാസം കൊടുക്കും. ആ രൂപത്തിലേക്ക് നമ്മൾ ആക്കിയിടുക. ഇല്ലെങ്കിൽ നമ്മൾ കറിവേപ്പിലായി മാറും. ഈ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവന് സ്ട്രെസ്സും ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവും. നമ്മളെ സുഹൃത്തുക്കളെ നമുക്ക് ആരോഗ്യവാന്മാരാക്കിയിട്ട് നാട്ടിൽ അവർ വരുമ്പോൾ പന്തളിക്കാൻ പോകാൻ പറ്റും. തീർച്ചയായും. പ്രവാസി ഇത്രയൊക്കെ ത്യാഗം ചെയ്യുന്നുണ്ട്. കേരളത്തിനെ ഈ മരുഭൂമിനെ മണലാരണ്യത്തിനെ മലർവാടിയാക്കിയിട്ടാണ് ഈ കേരളം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ വലിയ മക്കൾക്ക് വേണ്ടി മണിമാളികകൾ ഉണ്ടാക്കും. മക്കളെ കാലെത്തുമ്പോൾ ഓല് ഇത് പൊളിച്ചെറിഞ്ഞ് പുതിയ മോഡലിൽ ഉണ്ടാക്കും. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? സംഭവിക്കരുത്. അവര് സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളുടെ സ്വത്താണ്, നമ്മളുടെ സ്വന്തക്കാരാണ്. ഓലെ നമുക്കാണ് ചേർത്ത് പിടിക്കുക, അവരെ ആരോഗ്യവാന്മാരാക്കിയിട്ട് കൊണ്ടുവരാം. ഡോക്ടർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും പ്രവാസി എന്ന നിലയ്ക്ക് എൻ്റെ ഉള്ളിൽ ആ ഒരു വിങ്ങലുണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് കരുതുന്നത്. പ്രവാസി ആവണ്ട, പ്രവാസികൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായാൽ തന്നെ നമുക്ക് ആ കാര്യം അറിയുന്നുള്ളതാണ്. ഡോക്ടറിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഡോക്ടർ ബാസിൽ യൂസഫ്, ബാസിൽ ഹോമിയോ ക്ലിനിക്, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഉള്ളിൽ ഒന്നിങ്ങോട്ട് വെക്കുക. പ്രവാസി എന്നുള്ളത് ഒരു കറവപ്പശു മാത്രമല്ല, അവൻ്റെ പിഴിയാനുള്ളത് മാത്രമല്ല, അവനൊരു മനുഷ്യനാണ്, അവനൊരു മനുഷ്യജീവിയാണ്. രക്തവും മജ്ജയും മാംസവും വികാരവും വിചാരവും എല്ലാം ഉള്ള ഒരു മനുഷ്യജീവി. അതൊരു പരിഗണനയുടെ എടുക്കുക എന്നുള്ളത് മാത്രമേ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശമുള്ളൂ. അടുത്തതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ.